ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രശസ്ത സിനിമാ താരം ജഗതി ശ്രീകുമാർ സിനിമയിൽ തിരിച്ചെത്തുന്നു. തന്റെ പുതിയ സിനിമയുടെ പോസ്റ്റർ ജഗതി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. ജഗതിയുടെ 74ാം പിറന്നാൾ കൂടിയാണ് ഇന്ന്. അരുൺ ചന്തു സംവിധാനം ചെയ്യുന്ന വല എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം വീണ്ടും തിരിച്ചെത്തുന്നത്. ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ ചക്രക്കസേരയിൽ ഇരിക്കുന്ന ജഗതിയെ പോസ്റ്ററിൽ കാണാം. പ്രൊഫസർ അമ്പിളി അഥവാ അങ്കിൾ ലൂണാർ എന്നാണ് ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ പേര്. കോമഡിയുടെ മാസ്റ്റർ തിരിച്ചെത്തിയെന്ന് ഈ പോസ്റ്റർ പങ്കുവെച്ച് സിനിമാ താരം അജു വർഗീസ് ഫേസ്ബുക്കിൽ പറഞ്ഞു. 2012 മാർച്ച് 10 പുലർച്ചെ തേഞ്ഞിപ്പലത്തിനടുത്ത് വെച്ചുണ്ടായ അപകടത്തിൽ ജഗതിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്യുന്ന ഇടവപ്പാതി എന്ന സിനിമയുടെ ലൊക്കേഷനിലേക്ക് പോകും വഴി അദ്ദേഹം സഞ്ചരിച്ചിരുന്ന കാർ ദേശീയപാത പാണമ്പ്ര വളവിലെ ഡിവൈഡറിൽ ഇടിച്ചു കയറുകയായിരുന്നു. ഗുരുതരമായി പരുക്കേറ്റ ജഗതി വർഷങ്ങളുടെ ചികിത്സയ്ക്ക് ശേഷമാണ് ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയത്. ഇടയിൽ CBI ഡയറിക്കുറിപ്പ് പരമ്പരയിലെ 5ാം ചിത്രത്തിൽ അഭിനയിക്കുകയും ചെയ്തിരുന്നു. വല എന്ന പുതിയ ചിത്രത്തിൽ ശരിക്കും ലോകത്തെ തന്റെ കൈവെള്ളയിൽ നിയന്ത്രിക്കുന്ന ഒരു മാസ്റ്റർ മൈൻഡ് ശാസ്ത്രജ്ഞന്റെ റോളാണ് അദ്ദേഹത്തിനെന്ന് തോന്നിപ്പിക്കും വിധമുള്ള വ്യത്യസ്തമായ അവതരണമാണ് പോസ്റ്ററിലേത്. നിമിഷ നേരം കൊണ്ട് കിടിലൻ പോസ്റ്റർ വൈറലായിരിക്കുകയാണ്. ഗഗനചാരി എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ പുത്തൻ ജോണർ തുറന്നുകൊടുത്ത യുവ സംവിധായകൻ അരുൺ ചന്തുവിന്റെ അടുത്ത ചിത്രമായാണ് വല എത്തുന്നത്. സയൻസ് ഫിക്ഷൻ ഡോക്യുമെന്ററി ആയ ഗഗനചാരിക്ക് ശേഷം എത്തുന്ന ചിത്രവും പുതുമയുള്ള പ്രമേയവും കഥാ പശ്ചാത്തലത്തിലുമാണ് വരുന്നത്. സോംബികളുമായാണ് വല എന്ന പുതിയ ചിത്രം എത്തുന്നത്. ഭൂമിയിൽ നിന്നും പുറത്തേക്ക് വളർന്ന നിലയിലുള്ള ചുവപ്പൻ പേശികളുമായുള്ള വലയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഏവരും ഏറ്റെടുത്തിരുന്നു. സിനിമയുടെ അനൗൺസ്മെന്റ് വീഡിയോയും രസകരമായിരുന്നു. ഗോകുൽ സുരേഷും അജു വർഗീസും ഭാഗമായ ഈ അനൗൺസ്മെന്റ് വീഡിയോ വലയെക്കുറിച്ചുള്ള പ്രേക്ഷക പ്രതീക്ഷകൾ വർദ്ധിപ്പിച്ചിരുന്നു. കോമഡി കൂടി കലർന്നായിരിക്കും മലയാളത്തിന്റെ സോംബികൾ എത്തുക എന്ന സൂചനയായിരുന്നു ഈ വീഡിയോ നൽകിയിരുന്നത്. ഇപ്പോഴിതാ പുതിയ ക്യാരക്ടർ പോസ്റ്ററും ഏവരും നെഞ്ചോട് ചേർത്തിരിക്കുകയാണ്. ഗഗനചാരിയുടെ തുടർച്ചയാണോ, വ്യത്യസ്തമായ ചിത്രമാണോ, അതോ പുതിയ യൂണിവേഴ്സിന് തുടക്കമാണോ എന്നെല്ലാം ചിത്രത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. മരിച്ചിട്ടും മരിക്കാതെ തുടരുന്ന മനുഷ്യരെയും ജീവികളെയുമാണ് സയൻസ് ഫിക്ഷൻ ലോകത്ത് സോംബികൾ എന്ന് വിളിക്കുന്നത്. ഇവരുടെ ആക്രമണത്തിൽ പെടുന്നവരും സോംബികളായി മാറുന്നതാണ് പൊതുവെ ഫിക്ഷനിൽ കണ്ടുവരാറുള്ളത്. ഹോളിവുഡ് അടക്കമുള്ള വിദേശ ഭാഷകളിൽ നിരവധി ചിത്രങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ ഭാഷകളിൽ വളരെ വിരളമായ സോംബികൾ സ്ക്രീനിൽ എത്തിയിട്ടുള്ളൂ. മലയാളത്തിലെ ആദ്യ സോംബി ചിത്രങ്ങളിൽ ഒന്നായാണ് ഇപ്പോൾ വല വരാൻ ഒരുങ്ങുന്നത്. ഈ വർഷം തന്നെ ചിത്രം തിയേറ്ററുകളിൽ എത്താനായിട്ടാണ് ഒരുങ്ങുന്നത്. ഗോകുൽ സുരേഷ്, അജു വർഗീസ് എന്നിവർക്കൊപ്പം ഗഗനചാരിയിലെ അനാർക്കലി മരക്കാർ, KB ഗണേഷ് കുമാർ, ജോൺ കൈപ്പള്ളിൽ, അർജുൻ നന്ദകുമാർ എന്നിവരും വലയിൽ ഭാഗമാണ്. മാത്രമല്ല മാധവ് സുരേഷും ഭഗത് മാനുവലും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ മക്കളായ ഗോകുൽ സുരേഷും മാധവ് സുരേഷും ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുന്നു എന്ന പ്രത്യേകതയും വലയ്ക്കുണ്ട്. അണ്ടർഡോഗ്സ് എന്റർടൈൻമെന്റ്സ് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ സഹനിർമ്മാണം ലെറ്റേഴ്സ് എന്റർടൈൻമെന്റ്സ് ആണ്. ടൈലർ ഡേഡനും അരുൺ ചന്തുവും ചേർന്നാണ് തിരക്കഥയൊരുക്കുന്നത്.